കാസർഗോഡ് പടന്നക്കാട് 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഒരാൾ കസ്റ്റഡിയിലായി എന്ന് സൂചന. പ്രദേശത്ത് നിന്ന് ലഭിച്ച CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിടിയിലായത് പ്രതിയാണെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അരുൺ പാറക്കൽ ചേരുന്നു കാസർഗോഡ് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. 2 ദിവസം മുൻപാണ് ഈ കാസർഗോഡ് പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിൽ വീട്ടിൽ കിടന്നിരുന്ന 8 വയസ്സുകാരിയെ ഒരാൾ തട്ടിക്കൊണ്ടുപോവുകയും തുടർന്ന് വീടിന് സമീപത്ത് തന്നെ 1 കിലോമീറ്റർ അകലെ വെച്ച് കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസ് പ്രതിക്ക് വേണ്ടി വല വിരിച്ചിരുന്നു. DYSP, അതായത് കാഞ്ഞങ്ങാട് DYSP ആയിരുന്നു അന്വേഷണ തലവൻ. ഇതിനൊക്കെ പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു. 4 DYSPമാർ ഈ സംഘത്തിലുണ്ടായിരുന്നു. 200ഓളം CCTVകൾ പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധിച്ചു. വ്യാപകമായ തെരച്ചിലാണ്, പ്രദേശത്ത് തന്നെയാണ് പോലീസ് തെരച്ചിൽ നടത്തിയത്. പ്രദേശവാസികളിൽ ആരെങ്കിലും തന്നെയാണ് ഈ പ്രതി എന്നൊരു സൂചന പോലീസിന് ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അത്തരത്തിലൊരു സാഹചര്യത്തിലായിരുന്നു ഈ കുട്ടിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകലും കുട്ടിക്ക് നേരെയുള്ള ലൈംഗികാതിക്രമവും ഉണ്ടായത്. ആ പ്രദേശത്തുള്ള 200ഓളം CCTVകൾ പോലീസ് പരിശോധിച്ചു. ഈ CCTVകളിൽ നിന്ന് ലഭിച്ച ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയെന്ന് സംശയിക്കുന്ന ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിൽ ഒരാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ പ്രതി ഈ കുട്ടിയുടെ വീടിന് സമീപത്തിന്, അതായത് വീടിന് 1 കിലോമീറ്റർ അകലെയുള്ള ആളാണെന്ന ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇയാളുടെ വയസ്സ് 30 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ആളാണെന്നും പറയപ്പെടുന്നു. ഇയാൾ കഞ്ചാവിന് അടിമയാണ്, അതായത് മയക്കുമരുന്നിന് അടിമയാണെന്ന വിവരവും വരുന്നുണ്ട്. പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. പൂർണ്ണമായും ഇയാളാണ് പ്രതിയെന്ന വിവരം സ്ഥിരീകരിക്കാൻ ഇതുവരെയും ആയിട്ടില്ല. 40% മാത്രമേ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിന് സാധ്യതയുള്ളൂ. എന്തായാലും ഈ പ്രതിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. ഓക്കെ, താങ്ക് യു അരുൺ പാറക്കൽ.